ഈ ബൈബിൾ സ്റ്റഡിയുടെ 4-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. പക്ഷേ ആ അനുഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുന്നതിന് മുൻപ് ദൈവത്തിന്റെ വഴിയിലൂടെ അവൻ പോകേണ്ടിയിരുന്നു. മനുഷ്യൻ സിംഹാസനത്തിലേക്ക് പോകുന്ന വഴി അത് രാജപാതയിലൂടെയാണ്. ദൈവം ഒരുക്കിയ സിംഹാസനത്തിലേക്ക് പോകുന്നത് പൊട്ടക്കിണറ്റിലൂടെ, ജയിലിലൂടെയൊക്കെ കയറിയാണ്. മനുഷ്യന്റെ വഴിയും ദൈവത്തിന്റെ വഴിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് വന്ന ചരിത്രം വായിച്ചാലും നമുക്കിത് മനസ്സിലാകും. മിസ്രയീമിൽ നിന്നും ഇറങ്ങിയതായി ഇസ്രായേൽ ജനത്തിന് പാലസ്തീൻ നാട്ടിലെത്താൻ 2-3 ആഴ്ചയോ പരമാവധി 1 മാസത്തിലോ കൂടുതൽ സഞ്ചരിക്കേണ്ടതില്ല. അത്ര നേരായ വഴിയുണ്ട്. പക്ഷേ ദൈവം ആ വഴിക്കൂടെയല്ല കൊണ്ടുപോയത്, അല്പം വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുപോയി. അവിടെ അതാ ചെങ്കടലിന്റെ തീരത്തേക്ക് അവരെ കൊണ്ടുവന്നത് ദൈവമാണ്. അവിടെ ദൈവം ചെങ്കടലിനെ വിഭാഗിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പുതുവഴി തുറന്നു കൊടുക്കുകയും ചെയ്തു. അതായിരുന്നു ദൈവത്തിന്റെ വഴി. മിസ്രയീമിൽ നിറങ്ങിയപ്പോൾ ഇസ്രായേൽക്കാരും തന്നെ കരുതിയില്ല ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി ചെങ്കടലിന്റെ നടുക്കുകൂടിയാണെന്ന്. അങ്ങനെ ഒരു മനുഷ്യനും ഹൃദയത്തിൽ തോന്നുക പോലും ചെയ്യാത്ത തികച്ചും വിചിത്രമായ വഴിയിലൂടെയാണ് ദൈവം അവരെ നടത്തിയത്. ദൈവവചനത്തിൽ ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ പറയുവാൻ കഴിയും. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ ഭരിക്കുവാനുള്ള മിശിഹ കടന്നു പോകേണ്ടത് രാജവീതിയിലൂടെയല്ല, അത് കുരിശിലൂടെയാണ്, പാതാളത്തിലൂടെയാണ്, ഉയർപ്പിലൂടെയാണ്. അത് കാണുവാനുള്ളതായ കഴിവ് പത്രോസിനില്ലാതെ പോയി. ആ കാഴ്ചപ്പാട് പത്രോസിനില്ലാതെ പോയി. ദൈവമക്കളെ, മാനുഷികമായ ആലോചനകൾ നമ്മൾ നടത്തുമ്പോൾ ദൈവമക്കളായ നമുക്ക് നന്മയെ വരികയുള്ളൂ, എല്ലാവിധ ഭൗതിക അനുഗ്രഹങ്ങളെ വരികയുള്ളൂ. രോഗം വരികയില്ല, വന്ധ്യതയുണ്ടാകുകയില്ല, വിട്ടുമാറാത്ത രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുകയില്ല, കടഭാരം ഉണ്ടാകുകയില്ല. അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. നാട്ടുകാർ കണ്ട അസൂയപ്പെടത്തക്ക വിധത്തിൽ നമ്മളെ ഉയർത്തുമെന്ന് നമുക്ക് തോന്നാം. ചിലപ്പോൾ അങ്ങനെയൊക്കെ ദൈവം ചെയ്തെന്നും വരാം. പക്ഷേ അതാണ് ദൈവിക പദ്ധതി എന്ന് നാം ധരിക്കരുത്. ഒരു പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരു പദ്ധതിയും കർത്താവിനുണ്ടാകാം. ധനവാന്റെയും ലാസറിന്റെയും കഥയിലെ ആ ദരിദ്രന്റെ കാര്യം നോക്കുക. അവൻ അബ്രഹാമിന്റെ മടിയിലേക്കാണ് പോകുന്നത്, നിത്യജീവനിലേക്കാണ്, നിത്യ സന്തോഷത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ അവൻ പോയ വഴി എങ്ങനെ? ജീവിതകാലം മുഴുവൻ വ്രണം നിറഞ്ഞവനായി കിടന്നു. നല്ലൊരു ഭക്ഷണം കഴിക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല. ആരും അവനെ കണ്ടാൽ അറക്കത്തക്ക വിധത്തിൽ വെറുതെ വെളിം പ്രദേശത്ത് കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് പെറുക്കി തിന്ന് ജീവിക്കുന്നു, ഒരു തെണ്ടിയെപ്പോലെ ജീവിക്കുന്നു. പക്ഷേ അവൻ പോകുന്നത് അബ്രഹാമിന്റെ മടിയിലേക്കാണ്, പർദീസയിലേക്കാണ്. പർദീസയിലേക്ക് പോകുന്നവൻ ഇങ്ങനെ ദരിദ്രനായി പോകണമോ? പർദീസയിലേക്ക് പോകുന്നവൻ ഒരു ഭിക്ഷക്കാരനായി ജീവിതകാലം മുഴുവൻ ജീവിക്കണമോ? പർദീസയിലേക്ക് പോകുന്നവൻ മാറാ രോഗം പിടിപെട്ട് കണ്ടാൽ പോലും അറക്കത്തക്ക വിധത്തിൽ അത്ര ഹീനനായി വേണമോ പോകുവാൻ? അങ്ങനെ വേണം പോകാൻ എന്നാണ് ദൈവഹിതം. മനുഷ്യന്റെ ആലോചനകളല്ല, ദൈവത്തിന്റെ ആലോചനകൾ. ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ കർത്താവേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നവർ ശ്രദ്ധിക്കുക. ലാസർ അബ്രഹാമിന്റെ മടിയിലേക്ക് പോയത് നീ നായിരിക്കുന്നതിനേക്കാൾ എത്രയോ ഹീനമായ അവസ്ഥയിൽ കൂടിയാണ്. യോസേഫ് സിംഹാസനത്തിലേക്ക് പോയത് നിന്നേക്കാൾ എത്രയോ അധികം അപമാനം സഹിച്ച്, എത്രയോ പീഡകൾ സഹിച്ചാണ്. കർത്താവായ യേശുക്രിസ്തു ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഈ ലോകത്തെ ഭരിക്കുന്നവനാണ്, ഭരിക്കാൻ പോകുന്നവനാണ്. അവൻ ആ സിംഹാസനത്തിലേക്ക് പോയത് എത്രത്തോളം കഷ്ടതകൾ സഹിച്ചുകൊണ്ടാണ്. ഈ ലോകത്തിൽ ആരും അനുഭവിക്കാത്തത്ര കഷ്ടതകൾ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ചു. അവന്റെ വായിൽ ദോഷമൊന്നുമില്ലാതിരിക്കെ അവൻ നിർദ്ദയം ക്രൂശിക്കപ്പെട്ടു, അടിക്കപ്പെട്ടു, അപമാനിതനായി, പൂർണ്ണനഗ്നനായി, നോക്കുന്നവരൊക്കെയും മുഖം മറച്ച് കളയത്തൊക്കെ വേണം അത്രമാത്രം വിരൂപനായി ആ വഴിയോരത്താ ക്രൂശിൽ അവൻ കിടന്നു വെള്ളം കിട്ടാതെ പിടഞ്ഞു. ഇത്രമാത്രം അവഹേളിക്കപ്പെട്ടു. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ ഭരിക്കുന്നവന്റെ സിംഹാസനത്തിലേക്കുള്ള ആ യാത്രയാണിത്. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണക്കമരത്തിന്റെ സ്ഥിതി എന്താകും? ഞാനും നിങ്ങളുമൊക്കെ ഉണക്കമരത്തിന് സമാനമാണ്. മുഴുലോകത്തിന്റെയും ഉടയവനായ കർത്താവായ യേശുക്രിസ്തു ദാവീദിന്റെ സിംഹാസനത്തിലേക്ക് പോയപ്പോൾ അനുഭവിച്ചത് നാം ആരും മറന്നു പോകരുത്. പത്രോസിന് പറ്റിയ അബദ്ധം നമുക്ക് പറ്റരുത്. മിശിഹ എന്ന് പറയുമ്പോൾ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ശത്രുക്കളെയെല്ലാം പരസ്യമായി തോൽപ്പിച്ച് വെല്ലുവിളിച്ച് സിംഹാസനത്തിലെത്തി എല്ലാവർക്കും ഭൗതിക നന്മകൾ കൊടുക്കുന്നവനാണ് എന്ന് പത്രോസ് ധരിച്ചുപോയി. ആ വിധത്തിലുള്ള ഒരു മിശിഹായല്ല ബൈബിൾ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ആ വിധത്തിലുള്ള ഒരു രക്ഷകനല്ല, ആ വിധത്തിലുള്ള ഒരു മിശിഹായല്ല. ഈ ലോക ജാതികൾ
അവരുടെ ദൈവങ്ങളെ സേവിക്കുന്നത് ഈ ഭൂമിയിൽ അവർക്ക് അനുഗ്രഹം ലഭിക്കുവാനാണ്, പണം ലഭിക്കുവാനാണ്, വ്യാപാരത്തിൽ ഉയർന്നു വരുവാനാണ്, രോഗം ഉണ്ടാകാതിരിക്കുവാനാണ്, കഷ്ടത ഉണ്ടാകാതിരിക്കാനാണ്. എന്നാൽ കർത്താവായ യേശുവിന്റെ പിന്നാലെ നാം ഒക്കെ ഇറങ്ങിയത് ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുവാൻ വേണ്ടിയല്ല. നാഥാ, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ നിത്യജീവൻ തരുന്നവൻ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവൻ, അവന്റെ പിന്നാലെയാണ് നാം ഇറങ്ങിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കാതെ പോകരുത്. യഹൂദന്മാർ പ്രതീക്ഷിച്ച മിശിഹായല്ല യേശുക്രിസ്തു. എല്ലാത്തെയും തകർത്തുകൊണ്ട് ജയാളിയായി മിശിഹായുടെ സിംഹാസനത്തിൽ ഏറുന്ന മിശിഹായെയാണ് യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്നത്. അത് തന്നെയാണ് പത്രോസ് പ്രതീക്ഷിച്ചിരുന്നത്. അത്തരത്തിലുള്ള ഒരു മിശിഹായല്ല കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് ഈ കാലത്ത് പ്രോസ്പെരിറ്റി തിയോളജി പറയുന്നവരെ നിങ്ങൾ സൂക്ഷിക്കുക. പ്രോസ്പെരിറ്റി തിയോളജി പഠിപ്പിക്കുകയോ ജീവിതത്തിൽ പ്രാപിക്കുകയോ തന്റെ ശിഷ്യന്മാർക്ക് വാഗ്ദത്തം ചെയ്യുകയോ ചെയ്ത മിശിഹായല്ല നമ്മുടെ മിശിഹ. അവർ പ്രസംഗിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെയാണ്. ഒരിക്കൽ അവർ ദൈവദാസന്മാരായിരുന്നിരിക്കാം. ഒരുപക്ഷെ നിങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് ആ പറയുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം. ഈ ലോകത്തിലെ ഏതെങ്കിലും സംഘടനയുടെ, നാം സഭയെന്ന് വിളിക്കുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരായിരിക്കാം. അവർ വലിയ വചന പണ്ഡിതരായിരിക്കാം. ഒരു കാലത്ത് ദൈവിക വെളിപ്പാട് പ്രാപിച്ചവരായിരിക്കാം. പക്ഷേ ഇന്നവർ പറയുന്നത്, ഇന്നവർ ചെയ്യുന്നത് എല്ലാം ദൈവികമാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ഒരിക്കൽ ദൈവത്തോട് കൂടെ നടന്നവൻ, ദൈവത്തെ മുഖാമുഖം കണ്ടവൻ, ദൈവം സ്വന്തം കൈപ്പണിയായിട്ട് നിർമ്മിച്ചവൻ, അങ്ങനെയുള്ള ആദാം, അവനിതാ പാപം ചെയ്തു. ദൈവത്തെ കണ്ടപ്പോൾ ഓടിയൊളിക്കുന്ന അവസ്ഥയിലായി. ഒരിക്കൽ ദൈവത്തെ കണ്ടവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആദാം ശ്രേഷ്ഠനാകുന്നില്ല. ഇപ്പോൾ ആദാം ദൈവത്തെ വിട്ടുപോയവനാണ്. നോഹ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനായിരുന്നു, നിർദോഷനായിരുന്നു, നിർമ്മലനായിരുന്നു, നീതിമാനായിരുന്നു. ആ ദൈവം അവനിലൂടെയാണ് ഈ ലോകം നശിച്ചപ്പോൾ പോലും മനുഷ്യവർഗത്തെ കാത്തു സൂക്ഷിച്ചത്. ഈ ബൈബിൾ സ്റ്റഡിയുടെ 4ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.